2004 ഡിസംബർ 26 9.3 തീവ്രത രേഖപ്പെടുത്തിയ ഒരു വലിയ ഭൂകമ്പം ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ സുനാമി. നിങ്ങൾക്കത് ഓർമ്മയുണ്ടായിരിക്കും. 30 മീറ്റർ വരെ ഉയരമുള്ള കൂറ്റൻ തിരമാലകൾ ഏകദേശം 15 രാജ്യങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്തി. ഈ 15 രാജ്യങ്ങളിൽ 2 ലക്ഷത്തിലധികം ആൾക്കാരെ ഭൂമുഖത്തുനിന്നും ഇല്ലാതാക്കി തീർത്തു. ഇന്തോനേഷ്യയിലെ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്തിനടുത്ത് നിന്ന് ഉത്ഭവിച്ച് വലിയ നാശനഷ്ടം വരുത്തിയ 2004 സുനാമി, ഞാൻ പറയാതെ തന്നെ നടുക്കുന്ന ഓർമ്മകൾ നിങ്ങൾക്കെല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാമെന്ന് ഞാൻ കരുതട്ടെ. ശാസ്ത്രലോകം ഈ ഭൂകമ്പത്തെ സുമാത്ര ആൻഡമാൻ ഭൂമികുലുക്കുമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ആൻഡമാൻ കടൽ തീരത്ത് ഇരുന്നു കൊണ്ട് 2004 ഈ പ്രദേശമാകെ കൂറ്റൻ തിരമാലകൾ തകർത്ത് നശിപ്പിച്ച പ്രദേശത്ത് നിന്നും എൻ്റെ യാത്രാ വിവരണങ്ങൾ നിങ്ങളോട് പങ്കുവച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച നടുക്കുന്ന ഓർമ്മകളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ അന്ന് കടപുഴകി വീണ മരങ്ങളിൽ പലതിൻ്റെയും അസ്ഥികൂടങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ ശിഖരങ്ങളിൽ ചാരി നിന്നും മുകളിൽ കയറിയും സെൽഫി ഫോട്ടോ എടുക്കുന്നവരുടെ തിരക്കുകൾ കാണാമായിരുന്നു. പല വലിയ മരങ്ങളും പിഴുതു വീണത് ഇന്ന് സഞ്ചാരികൾക്ക് വിശാലമായ ഇരിപ്പിടങ്ങളൊക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ്. ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. തുടർന്ന് സൗത്ത് ആൻഡമാനിൽ നിന്നും ഗ്രാമത്തിലേക്ക് സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ഞങ്ങൾ പോകാനായിട്ട് തയ്യാറാകുകയാണ്. അങ്ങനെ ആ ദേശം ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. ഇന്ന് നമ്മൾ പോകുന്ന ഗ്രാമത്തിൻ്റെ പേരെന്ന് പറയുന്നത് കൊടിയക്കാട്ട് എന്നാണ്. അങ്ങനെ ഞങ്ങൾ ദീർഘദൂരം യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നോടൊപ്പം കുര്യാക്കോസ് സാറ് കുടുംബമുണ്ട്. ഞങ്ങൾ 3 പേരാണ് നാട്ടിൽ നിന്നും ഈ ദേശത്തേക്ക് മിഷൻ വർക്കിന് വേണ്ടിയും കൂടെ കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ കടൽ തീരത്തിൻ്റെ സൈഡിലൂടെ കാഴ്ചകൾ കണ്ട് ചില സ്ഥലങ്ങളിൽ ഇറങ്ങി ഓരോ ക്ലിപ്പുകളും ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ചിത്രീകരിച്ചു കൊണ്ടിരുന്നു. ഈ പ്രദേശങ്ങളൊക്കെ സുനാമിയാൽ വളരെയേറെ ബാധിക്കപ്പെട്ട സ്ഥലമാണെന്ന് ഞങ്ങളോടൊപ്പം കടന്നു വന്ന പാസ്റ്റേഴ്സ് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. ഇനി ഞങ്ങൾ യാത്ര ചെയ്തു വന്ന വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം കുന്നുകൾ കയറണം. അപ്പോൾ പാസ്റ്റേഴ്സ് ചോദിച്ചു, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വളരെ ചെങ്കുത്തായിട്ടുള്ള പാതകളാണ്, അത് കയറി വേണം ഇനിയും ഗ്രാമത്തിലേക്ക് നമുക്ക് ചെല്ലേണ്ടത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടാണ് ഓരോ ഗ്രാമത്തിലും പോയി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ പറ്റിയൊക്കെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി കുറേയേറെ നടക്കാനായിട്ടുണ്ട് ഞങ്ങൾക്ക്. ഒരുപാട് നടന്നെങ്കിൽ മാത്രമേ ആ ലക്ഷ്യസ്ഥാനത്ത് ഗ്രാമത്തിൽ നമ്മൾ ചെന്നെത്തപ്പെടുകയുള്ളൂ. ഇവിടെ ദീർഘവർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദേവദാസന്മാര്, പാസ്റ്റർ ജോൺസൺ ഡാനിയൽ അവറുകൾ, പാസ്റ്റർ സാമുവൽ, അവരുടെ കുടുംബം, ഇവരൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളങ്ങനെ പായും സൗണ്ട് സിസ്റ്റം ഒക്കെ ആയിട്ട് ചുമലിലേറ്റി ഗ്രാമത്തെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഭയങ്കര വെയിറ്റുള്ള സൗണ്ട് സിസ്റ്റം എടുത്ത് ഈ കുന്ന് കയറുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽറ്റിയാണ്. പായ് ഉണ്ട്, സൗണ്ട് സിസ്റ്റം ഉണ്ട്, ആരാധനയ്ക്കുള്ള മറ്റ് വാദ്യ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. ഇതുമായിട്ടാണ് കുന്നുകൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്ന സമയത്ത്, നേരിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ സുഖ സൗകര്യങ്ങളുടെ വിലയെപ്പറ്റി
ചിന്തിക്കുന്നത്. നമ്മൾ എത്ര സുഖകരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. സുവിശേഷ പ്രവർത്തനം മാത്രമല്ല, മറ്റെല്ലാ പ്രവർത്തനങ്ങളും നല്ല അന്തരീക്ഷമാണ് നമ്മുടെ ദേശത്തുള്ളത്. എന്നാൽ ഈ പറയപ്പെട്ട ദേശങ്ങളൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ, ഇവിടെ പ്രവർത്തിക്കുമ്പോഴൊക്കെയാണ് അതിൻ്റെ നാട്ടിലെ സുഖ സൗകര്യത്തെ പറ്റി നമുക്ക് ശരിക്കും ബോധ്യപ്പെടുകയുള്ളൂ. ഒറ്റ നടത്തത്തിന് കുന്ന് കയറുന്നത് വളരെ ദുഷ്കരമാണ്. അങ്ങനെ തൊട്ടടുത്ത ഗ്രാമങ്ങൾ പിന്നിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പറ്റിയും ഇനിയും ധാരാളം ദേശങ്ങളിൽ, ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലും, ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പല ദേശങ്ങളിലും സുവിശേഷം എത്തപ്പെടേണ്ട ആവശ്യതയെപ്പറ്റി ചിന്തിക്കുകയും പരസ്പരം ഞങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്കെ ഈ യാത്രയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഗ്രാമവാസികളുടെ കുളങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ ആ നിലയിൽ കുളങ്ങളൊക്കെ സൈഡിലുണ്ട്. അങ്ങനെ ഗ്രാമം അടുക്കും തോറും അവരുടെ മൃഗങ്ങളെ കാണാം. ഒരു പറ്റം ആട്ടിൻകൂട്ടങ്ങൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെമ്മരിയാടുകളുടെ കൂട്ടത്തോടുള്ള മേയ്ച്ചിൽ കാണാൻ തീരുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥന നടത്തേണ്ടുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തപ്പെടുകയാണ്. ഇനി ഞങ്ങൾ ചുമ്മിക്കൊണ്ടുവന്ന പായ്കളൊക്കെ വിരിക്കണം. പ്രാർത്ഥനകൾക്ക് തയ്യാറെടുക്കുകയാണ്. കൂടുതലും മരത്തിൻ്റെ ചുവട്ടിലും തുറസായ സ്ഥലത്തൊക്കെയാണ് മീറ്റിംഗ് നടത്തേണ്ടത്. അപ്പോൾ ഈ പായകളൊക്കെ വിരിച്ച് നമ്മളൊന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറായി 1-2 പാട്ടുകളൊക്കെ പാടുമ്പോൾ, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, അപ്പോഴത്തേക്കും കുറേശ്ശെ ആൾക്കാർ ഗ്രാമത്തിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാം വന്നു. അവരോടൊപ്പം അവരുടെ വളർത്തുമൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു സൈഡിൽ ആടും പശുവും കോഴിയും പട്ടി അതുപോലെ പൂച്ച അവരോടൊപ്പം വന്ന മൃഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചിതറിക്കിടക്കും. അവർ പായിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നു. അവിടെ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഭയങ്കരമായിട്ടും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഏകദേശം രാത്രി 8:30 വരെ പ്രാർത്ഥന നീണ്ടുപോയി. ആദ്യം കുര്യാക്കോസ് സാറ് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചു. ഈ കുര്യാക്കോസ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ജോലിയോടൊപ്പം നോർത്ത് ഈസ്റ്റിൽ അദ്ദേഹം ഒരു മിഷണറി കുടുംബമായിട്ട് സേവനമനുഷ്ഠിച്ച ഒരു കുടുംബമാണ്. അദ്ദേഹം ഇന്ത്യ ചൈന ബോർഡറിൽ, ഇന്ത്യ ടിബറ്റ് അതിർത്തിയിലും ഒരു മിഷണറി ആയിട്ടും കൂടെ താൻ പ്രവർത്തിക്കുകയുണ്ടായി. അരുണാചൽ പ്രദേശിൽ സാറിൻ്റെ കുടുംബവും അവർ രണ്ടുപേരും ടീച്ചേഴ്സായിരുന്നു. അവര് അവിടുത്തെ ജോലിയോടൊപ്പം തന്നെ ഈ മിഷണറി പ്രവർത്തന നിമിത്തമായിട്ട് അനേക സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കപ്പെടാനിടയായി. അദ്ദേഹമാണ് ആദ്യമായിട്ട് വചനം ശുശ്രൂഷിച്ചത്. അതിനുശേഷം ഞാൻ വചനത്തിലൂടെ സംസാരിക്കാനിടയായി തീർന്നു. യേശു കർത്താവിനെ പറ്റി, നിത്യരക്ഷയെപ്പറ്റി, അത്ഭുതകരമായ വിടുതലിനെ പറ്റി, യേശു ഇന്നും ജീവിക്കുന്നതിനെ പറ്റി എല്ലാം കൂടി വന്ന ജനത്തോട് അറിയിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ആരാധനാഗീതത്തോടുകൂടെ മീറ്റിംഗ് അവസാനിച്ചിരിക്കുകയാണ്. തുടർന്ന് അനേക പ്രിയപ്പെട്ടവർക്ക് അവരുടെ വ്യക്തിപരമായ വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥന കഴിഞ്ഞിട്ടും ആർക്കും തന്നെ പിരിഞ്ഞു പോകാൻ താല്പര്യം കണ്ടില്ല. അവരെല്ലാം അവിടെ ഒത്തൊരുമിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവര് വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയുന്നു. ഞാനും ആ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായിട്ട് അനുഭവിച്ചറിയാനായിട്ട് ആയിത്തീർന്നു. ഗ്രാമവാസികൾ മടങ്ങി അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരോടൊപ്പം വന്ന വളർത്തുമൃഗങ്ങളും പോകുന്ന കാഴ്ചകൾ, അത് ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. പ്രാർത്ഥിച്ച് ആ ദേശത്തുനിന്നും മടങ്ങി വരാൻ തയ്യാറാകുന്ന നേരത്ത് ഇനിയും ഞങ്ങളുടെ ഭാഷ പഠിച്ച് വീണ്ടും ഈ സ്ഥലത്തേക്ക് വരണമെന്ന് എന്നോട് ആ ദേശക്കാര് പറയുകയുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം പിരിഞ്ഞു പോകാൻ ഇഷ്ടമില്ലാത്തതുപോലെ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ പ്രാർത്ഥന നടത്തുന്ന നേരത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായിട്ട് പല അവസരങ്ങളിൽ
അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ അടുത്ത പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് മടക്കയാത്രയാണ്. കുറെ ഏറെ നടന്നാൽ മാത്രമേ വണ്ടി പാർക്ക് ചെയ്യുന്ന ഇടത്തേക്ക് എത്താൻ കഴിയത്തുള്ളൂ. കൂടാതെ ശ്രദ്ധിച്ചു നടക്കണം. കൊടിയ വിഷപ്പാമ്പുകൾ ഇവിടങ്ങളിൽ പതിയിരിക്കുന്നതിനാൽ പാമ്പ് കടിക്കാതെ നോക്കണം. കഴിഞ്ഞ ദിവസവും പാസ്റ്ററുടെ ഭാര്യ വിഷപ്പാമ്പിൻ്റെ മുകളിൽ ചവിട്ടിയതായിട്ടൊക്കെ പാസ്റ്റേഴ്സ് ഞങ്ങളോട് പറയുകയുണ്ടായി. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ഗ്രാമങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തവരുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ ഒക്കെ 2004 സുനാമിയിൽ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഹിം ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Muki dilay, Yesu